മോഹൻലാൽ വേഴ്സസ് വിജയ് സേതുപതി. ബിഗ് ബോസിൻ്റെ അവതാരകരിൽ ആരാണ് ഏറ്റവും മികച്ചത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. കഴിഞ്ഞ സീസൺ തമിഴിൽ ഞാൻ മൊത്തം കണ്ടിട്ടുണ്ടായിരുന്നു, ലൈവ് അടക്കം. ഈ സീസണിലെ മലയാളം ബിഗ് ബോസ് ലൈവ് അടക്കം പിന്നെ എപ്പിസോഡ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ പ്രാവശ്യത്തെ സീസണിലെ കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടു തുടങ്ങിയിട്ടുണ്ട് തമിഴ് ബിഗ് ബോസ്. അതിൻ്റെ റിവ്യൂ വരുന്നതാണ് എന്ന് പറഞ്ഞുകൊള്ളട്ടെ. വിജയ് സേതുപതിയാണ് എന്തുകൊണ്ട് മെച്ചം എന്ന് ഞാൻ പറയും. ഒരു ദിവസം തൊട്ട് 100 ദിവസം വരെ PR കൊടുത്ത് നിന്നിരിക്കട്ടെ, പക്ഷേ ആളിൽ മാറ്റം വരുത്താൻ വിജയ് സേതുപതിക്ക് കഴിഞ്ഞിരിക്കും. ഓരോ ആഴ്ച വരുമ്പോഴും അയാൾ ചെയ്ത തെറ്റുകളെ എടുത്തു ചൂണ്ടിക്കാണിച്ച് അവരോട് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി അവരിൽ മാറ്റം വരുത്താൻ വിജയ് സേതുപതി ശ്രമിക്കാറുണ്ട്. പക്ഷേ ലാലേട്ടൻ പലതും ലാഘവത്തോടെ വിടുന്നുണ്ടായിരുന്നു. ഈവൻ ഈ ബിൻസി റീ എൻട്രീൻ്റെ സമയത്ത് എന്തുകൊണ്ടാണ് അടി ഉണ്ടാക്കാനുള്ള റീസൺ, അവർ ഓൾറെഡി ഇറങ്ങിപ്പോയതാണ്. അവരെക്കുറിച്ചുള്ളൊരു പരാമർശമാണ് നടത്തിയത്. അതും അനുമോൾ അത്രയും വലിയൊരു പരാമർശമാണ് ബിൻസി ഇറങ്ങിപ്പോയതിനു ശേഷം പറഞ്ഞത്. അപ്പോൾ ലാലേട്ടൻ പിറ്റേ ആഴ്ച വരുമ്പോൾ തിരുത്തേണ്ടതായിരുന്നു, അതൊന്നും തിരുത്തി കണ്ടില്ല. ഇത് വിജയ് സേതുപതി ആണെങ്കിൽ തിരുത്തി മനസ്സിലാക്കി അവിടെ കരയിപ്പിച്ച് വേണമെങ്കിൽ ഇരുത്തിയാൻ. കരഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയ് സേതു പറയും മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കണമെന്ന്. പ്രാഗലായിക്കോട്ടെ സദാചാരം ആയിക്കോട്ടെ അവിടെയൊക്കെ അടിച്ചിരുത്തും ഓരോ ആഴ്ച വരുമ്പോൾ വിജയ് സേതുപതി എന്നാണ് എനിക്ക് പറയാനുള്ളത്, ഞാൻ കണ്ടത് വെച്ചിട്ട്. ഈവൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണെന്നിരിക്കട്ടെ, അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതിൽ നമുക്കൊന്നും പറയാനുണ്ടാവില്ല. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് വിജയ് സേതുപതി അവിടെ പറഞ്ഞു കൊടുക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ മോഹൻലാലോ പല വലിയ തെറ്റുകൾ ചെയ്താൽ പോലും അത് സംസാരിക്കൽ പോലുമില്ല. ഈവൻ വ്യക്തിഹത്യ ആയിക്കോട്ടെ, ബോഡി ഷെയ്മിങ് ആയിക്കോട്ടെ, ഈവൻ ജിസേലിൻ്റെ ആര്യൻ്റെയും കാര്യം അത് കണ്ടു എന്ന് പറഞ്ഞിട്ട് ലാൽ സാറിനെ അടക്കം നുണയനാക്കിയ ഒരാളാണ്. ജനങ്ങളുടെ കമൻറ്റ് വായിച്ചിട്ടാണ് ലാലേട്ടൻ ഓരോ ആഴ്ച വന്നിട്ട് ചെയ്യുന്നത് പോലെ എന്നുള്ളൊരു ഫീലിംഗ് അടക്കം ഈ സീസണിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വിജയ് സേതുപതി എന്ന് പറയുന്ന വ്യക്തി ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. തിരുത്തേണ്ടവരെ തിരുത്തി കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഒരു ഷോയെയും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ വന്നവർക്ക് ഒരു പർപ്പസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഒരു മാറ്റം വരുത്തണ്ടേ, ഒരു ശുദ്ധീകരണം നടത്തണ്ടേ, അത് വിജയ് സേതുപതി വഴി നടത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ലാലേട്ടനോ ഇപ്രാവശ്യത്തെ നമ്മുടെ വിന്നറെ നമ്മൾ കണ്ടതല്ലേ, എന്ത് ക്വാളിറ്റി ഉണ്ട് അദ്ദേഹത്തിന്. എനിക്ക് തോന്നിയിട്ടുള്ളത് ബിഗ് ബോസിൻ്റെ ടീം പറയുന്ന പോലെ ലാലേട്ടൻ കേൾക്കും, പക്ഷേ വിജയ് സേതുപതിക്ക് സെപ്പറേറ്റ് ടീമുണ്ട്. അവർ നോക്കി കാണുന്നതിൻ്റെ കൂടെ വിജയ് സേതുപതിയും ഇത് നോക്കി അവലോകനം ചെയ്തിട്ടാണ് എല്ലാവരോടും സംസാരിക്കുന്നത്, എല്ലാവർക്കും പോയിന്റ് പറഞ്ഞു കൊടുക്കുന്നത്. ഈവൻ നമ്മൾ കാണുന്ന പ്രേക്ഷകർക്ക് കൂടി അതിലൊരു എതിരഭിപ്രായം വരാൻ ചാൻസേ ഇല്ല. സോ ഇതിൽ ഏറ്റവും മികച്ചത് എന്ന് പറയുന്നത് വിജയ് സേതുപതി തന്നെയാണ്. മലയാളം ബിഗ് ബോസിൻ്റെ ക്ഷീണം മാറ്റാൻ തമിഴ് ബിഗ് ബോസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാം. എത്രയോ നല്ല കണ്ടന്റുകളാണ് കൊടുക്കുന്നത്. മലയാളം സിനിമയെ ഇങ്ങനെ കണ്ടന്റ് കൊടുക്കുന്നു, അതുപോലെയാണ് തമിഴ് ബിഗ് ബോസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ റിവ്യൂ തുടങ്ങുന്നതാണ് തമിഴിൻ്റെ ഈ അടുത്ത് തന്നെ.